മുഹമ്മദ് ഷംസീർ നിലമ്പൂരിലെ ആര്യടൻ ഷൗക്കത്തിന്റെ വീട്ടിൽ നിന്നുണ്ട്. ഷംസീർ, എന്താ അവിടെ കഥ? എന്താണ്? ആളുകളിലേക്ക് എത്തിയോ ഈ സന്ദേശം? അവിടെ ഒരു ആഹ്ലാദത്തിന്റെ നിമിഷമായി മാറിയോ? നിഷാദ്, രാവിലെ മുതൽ നമ്മൾ കണ്ട ഒരു കാഴ്ചയുണ്ട്. ആര്യടൻ ഷൗക്കത്തിന്റെ വീട്ടിൽ നിരവധി നേതാക്കൾ ഉണ്ടായിരുന്നുവെങ്കിലും ശോകമുഖമായ ഒരു അന്തരീക്ഷമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഒരു ആഹ്ലാദത്തിന്റെ അന്തരീക്ഷത്തിലേക്ക് വീടാകെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. KPCCയുടെ തീരുമാനം അത് ആര്യടൻ ഷൗക്കത്തിലേക്ക് എത്തി എന്നുള്ള വിവരം ഈ വീട്ടിലേക്കും എത്തിയതിന്റെ ഒരു ആവേശത്തിലും സന്തോഷത്തിലുമാണ് ഇവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർ. നിങ്ങൾക്ക് എന്ത് വിവരമാണ് കിട്ടിയത്? ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനം വന്നിട്ടില്ല ഇതുവരെ. പ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരെല്ലാവരും. ആര്യടൻ ഷൗക്കത്ത് തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്ന വിവരം കിട്ടിക്കഴിഞ്ഞു. അത് AICC പ്രഖ്യാപനം നടത്തും. KPCC പ്രസിഡന്റ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കും. ഇപ്പോൾ അനുകൂല തീരുമാനം വന്ന് അറിയുമ്പോൾ എന്താണ് നിങ്ങളുടെ ഒരു പ്രതികരണം? ചാനലുകളൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് അറിയുള്ളൂ. ഔദ്യോഗികമായി പാർട്ടിയുടെ ഒരു പ്രഖ്യാപനം വന്നിട്ടില്ല. അത് AICC ആണ് പ്രഖ്യാപിക്കേണ്ടത്. AICC പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തി ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. നിലമ്പൂരിൽ ഏറ്റവും അനുയോജ്യനായ സ്ഥാനാർത്ഥി അത് ആര്യടൻ ഷൗക്കത്താണ് എന്ന അഭിപ്രായമാണ്. അത് പാർട്ടിയാണല്ലോ തീരുമാനിക്കേണ്ടത്. പാർട്ടി തീരുമാനിച്ച ഏത് സ്ഥാനാർത്ഥിക്കും കോൺഗ്രസും UDF ഒറ്റക്കെട്ടായി വർക്ക് ചെയ്യും. അതിന് മുൻപന്തിയിലുണ്ടാവും. ആര്യടൻ ഷൗക്കത്തിന്റെ പ്ലസ് പോയിന്റ് നിലമ്പൂർ മണ്ഡലത്തിൽ എന്താണെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അല്ല, ഇതിപ്പോ ഞാൻ പറഞ്ഞില്ലേ, പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. പിന്നെ നിലമ്പൂരെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺഗ്രസ് തറവാടാണ് ആര്യാടന്റെ കുടുംബം. അതിപ്പോ VS ജോയി DCC പ്രസിഡന്റാണ്. പരിഗണന പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. അത് കോൺഗ്രസ് പ്രവർത്തകരോ അല്ലെങ്കിൽ ആര്യാടന്റെ കുടുംബമല്ല തീരുമാനിക്കേണ്ടത്. അത് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. പാർട്ടി തീരുമാനിക്കും, AICC പ്രഖ്യാപിക്കും. പ്രഖ്യാപിച്ചാൽ UDF പ്രവർത്തകർ ഒറ്റക്കെട്ടായി അതിന് മുൻപന്തിയിൽ വർക്ക് ചെയ്യാനുണ്ടാവും. തീർച്ചയായും അങ്ങനെയൊരു വികാരം ഇപ്പോൾ പങ്കുവെക്കുകയാണ്. ഒരു പോസിറ്റീവായ വിവരം ആര്യടൻ ഷൗക്കത്തിന്റെ വീട്ടിലേക്കും എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ആര്യടൻ ഷൗക്കത്തിനും KPCC നേതൃത്വത്തിൽ നിന്ന് വിവരം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ ഒരു സന്തോഷത്തിന്റെ അന്തരീക്ഷം ഈ വീട്ടിലും വരുന്നു. നമുക്കറിയാം PV അൻവർ രാവിലെ ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചുവെങ്കിൽ കൂടി അത്ര എളുപ്പത്തിൽ ആര്യടൻ ഷൗക്കത്തിന്റെ പേര് വെട്ടിമാറ്റാൻ കഴിയാത്തൊരു സാഹചര്യം KPCCക്ക് മുന്നിലും ഉണ്ടായിരുന്നു. ഈ KPCC നേതൃത്വത്തിൽ വന്ന ചില മാറ്റങ്ങളിൽ ഉണ്ടായ സാമുദായിക സമവാക്യം അനുസരിച്ച് കൂടിയാണ് ആര്യടൻ ഷൗക്കത്തിന്റെ പേര് നേതൃത്വം കൊണ്ടുവന്നതും പിന്നീട് സ്ഥാനാർത്ഥി നിർണയത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയതും. അതിനൊടുവിലായിരുന്നു PV അൻവർ ഒരു ഭീഷണി എന്ന അർത്ഥത്തിൽ തന്നെ ആര്യടൻ ഷൗക്കത്താണ് സ്ഥാനാർത്ഥിയെങ്കിൽ ഒരു വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്ന തരത്തിൽ തന്നെ പ്രതികരണം നടത്തിയത്. അതിനൊക്കെ കവച്ചു വെച്ചുകൊണ്ട് മറികടന്നുകൊണ്ട് ഇപ്പോൾ ആര്യടൻ ഷൗക്കത്തിന്റെ പേരിലേക്ക് തന്നെ എത്തുമ്പോൾ ആര്യടൻ ഷൗക്കത്തിന്റെ വീടും ഇവിടുത്തെ ഷൗക്കത്തിന്റെ അനുയായികളും സന്തോഷത്തിലാണ്. നിഷ.